ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പ് സർവേ, അതിൻ്റെ ഒരു അതിശയിപ്പിക്കുന്ന ഒരു ഫലം പുറത്തു വന്നിരിക്കുകയാണ് കേട്ടോ. വളരെ രഹസ്യമായി നടത്തിയ ഒരു സർവേ ഒക്കെയാണ്. RSS ആണ് ആ സർവേ നടത്തിയത്. ആരാണ് 2026 നിയമസഭാ ഇലക്ഷനിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? വ്യത്യസ്ത രീതിയിലുള്ള നിരീക്ഷണങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറെ നമ്മൾ ടെലിവിഷൻ ഡിബേറ്റിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അതിലൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ എന്നല്ല, ഈ കഴിഞ്ഞ 10 വർഷമായി, പക്ഷെ ഏറ്റവും കൂടുതലായി ഈ അടുത്ത സന്ദർഭങ്ങളിൽ അതായത് പിണറായി സർക്കാർ എടുക്കുന്ന ഓരോ നിലപാടും അത്യന്തം ജനവിരുദ്ധവും ജനദ്രോഹവും മാത്രമല്ല എല്ലാം പൊട്ടിപ്പൊളിയുകയാണ് കേട്ടോ. പൊട്ടിപ്പൊളിയുകയാണ്. സമീപകാലത്തെ സംഭവങ്ങൾ എടുക്കാം. ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞ ഈ 2 ദിവസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗത്തിന് ചികിത്സ കിട്ടാതെ ഒരു ഓട്ടോ തൊഴിലാളി മരിക്കുകയാണ്. ഇത് പുറം ലോകം അറിയുന്നത് ആ രോഗി തന്നെ അറിയിക്കുകയാണ്. ഒരു എന്താ പറയുക, വോയിസ് മെസ്സേജിലൂടെ അറിയിക്കുകയാണ്, ഇവിടുത്തെ സ്ഥിതി, എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഒരു ഡോക്ടർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ നായെ നോക്കുന്നത് പോലെയാണ് എന്നെ നോക്കുന്നത്. നോക്കണം, കേരളത്തിലെ നമ്പർ വൺ എന്ന് പിണറായി തമ്പുരാനും വീണ തമ്പുരാട്ടിയും പറയുന്ന കേരളത്തിലെ ആരോഗ്യരംഗത്താണ് ഈ സ്ഥിതി. ഇത് സംബന്ധിച്ച് ഇപ്പോ എന്താ പറയാ, അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറയുന്നത് ഒക്കെ സിസ്റ്റത്തിന്റെ തകരാറാണ്. ആരോഗ്യരംഗത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ തകരാറാണ്. ഈ സിസ്റ്റം നന്നാക്കാനാണ്, സിസ്റ്റം ശരിയാക്കാനാണ് ഈ പാഴ് ജന്മത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്ന് നമുക്ക് അറിയില്ല. എന്നിട്ട് പറയും സിസ്റ്റത്തിന്റെ തകരാറാണ്. എന്നിട്ട് അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് തരാൻ വേണ്ടി പറയുന്നു. 100 കണക്കിന് അന്വേഷണ റിപ്പോർട്ടുകളാണ് ഈ ആരോഗ്യമന്ത്രി തേടിയത്. എന്തെങ്കിലും നടപടി ഉണ്ടായി? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു. അതായത് ഈ വീണ ജോർജ് നടത്തിയ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തൂക്കിവിറ്റാൽ, ആക്രിക്കടയിൽ തൂക്കിവിറ്റാൽ ആരോഗ്യരംഗത്തെ പ്രതിസന്ധി തീരുമത്രേ. അത്രക്കും പണം കിട്ടും ഈ ആക്രി കടലാസ് വിറ്റാലേ. എന്നാൽ ഈ ചികിത്സാ ഉപകരണങ്ങളൊക്കെ വാങ്ങാമെന്നാണ് അദ്ദേഹം ഒരു ട്രോൾ ചെയ്താണ്. പക്ഷെ അതിലൊരു സത്യമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ, കേരളത്തിലെ ആരോഗ്യരംഗം ചരിത്രത്തിലില്ലാത്ത വിധം കുത്തഴിഞ്ഞ് നാറാണക്കല്ല് തോണ്ടിയ ഒരവസ്ഥയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. അല്ലേ, നമ്പർ വൺ എന്ന് എന്നിട്ടും ഉളുപ്പില്ലാതെ പറയുന്നു. ഇതിന് തൊട്ടു മുമ്പ് നടന്ന അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, അതും 8 നിലയിൽ പൊട്ടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അല്ലേ, അവസാനം അയ്യപ്പന്റെ എന്താ പറയാ, അയ്യപ്പൻ എല്ലാറ്റിനും കണക്ക് ചോദിക്കുകയാണ് പിണറായിയോട്. പിണറായി, ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന പിണറായിക്ക് അയ്യപ്പൻ കൊടുക്കുന്ന മറുപടിയാണ് കേട്ടോ. ഓരോ ദിവസവും ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവുകൾ കേട്ടാൽ ഉളുപ്പുള്ള മന്ത്രിസഭയാണെങ്കിൽ രാജിവെച്ച് പോകും, കേട്ടോ. പക്ഷെ പിണറായി ഉളുപ്പില്ലാത്തത് കൊണ്ട് കണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയാണ് പിണറായി മുതലുള്ള എല്ലാ മന്ത്രിമാർക്കും. അതുകൊണ്ട് രാജിവെച്ച് പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ ആരോഗ്യരംഗത്തെ കാര്യമായാലും ഈ അയ്യപ്പ മഹാസംഘവുമായി ബന്ധപ്പെട്ട് അതിന് തുടർന്നുണ്ടായ ഈ ശബരിമല സ്വർണ്ണ കട്ടിള ദ്വാരപാലക ശില്പം മുതൽ ഹൈക്കോടതി വരെ സംശയിക്കുന്നു. അയ്യപ്പനെയും അടിച്ചു മാറ്റിയോ ദുഷ്ടന്മാരെ എന്നാണ് ഹൈക്കോടതി പറയാതെ പറഞ്ഞത് കേട്ടോ. അതാണ്. പിന്നീട് എന്താണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിദരിദ്രതയില്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് പിണറായി തമ്പുരാൻ നടത്തി. ഇതാ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ പുറത്തു വരുന്നു. കേരളത്തിലെ അതിദരിദ്രരുടെ ദുരിതാവസ്ഥ പിണറായിയുടെ സർക്കാർ കാണാത്ത അതിദരിദ്രരുടെ ഇവിടുത്തെ എണ്ണം ആയിരക്കണക്കിന് അതിദരിദ്രർ ഇവിടെ
നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ പിണറായിയുടെ ഈ പ്രഖ്യാപനം ഉണ്ടല്ലോ പുച്ഛിച്ച് തള്ളുകയാണ് ജനങ്ങൾ. ഞാനൊരു 3 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ ആരോഗ്യ രംഗത്തിന്റെ ഈ കെടുകാര്യാവസ്ഥ, രണ്ടാമത്തത് അയ്യപ്പനെ ഇവർ ദ്രോഹിച്ചതിന്റെ ബാക്കിപത്രം, മൂന്നാമത്തത് ഈ പറയുന്ന ഏറ്റവും വലിയ കള്ള പ്രഖ്യാപനം കേട്ടോ. ഇത് മതി. ഒരു സീറ്റ് പോലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നതെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ആധികാരികമായ വിവരം കേട്ടോ. RSS ആണ് വളരെ രഹസ്യമായി ഇത്തരത്തിൽ അവരുടെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരൊരു സർവേ നടത്തിയത്. ആ സർവേയിൽ തെളിഞ്ഞത് നിങ്ങൾ കേട്ട് ഞെട്ടണ്ട, 75 മുതൽ 80 വരെ സീറ്റുകൾ നേടി പിണറായി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് കേട്ടോ. മൂന്നാം തവണയും പിണറായി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ RSSകാരാണ് കേട്ടോ. RSSന്റെ ആ സർവേയിൽ തെളിഞ്ഞത് 75-നും 80-നും ഇടക്ക് സീറ്റുകൾ കിട്ടും. അവരുടെ മറ്റൊരു നിഗമനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, UDF മുച്ചൂട് നശിക്കുകയാണ്, അടിത്തറ തന്നെ ഇളകിപ്പോയിരിക്കുകയാണ് കോൺഗ്രസിന്റെ എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടെത്തൽ കേട്ടോ. നമുക്കറിയാം രാഹുൽ ഗാന്ധി ഈ എന്താ പറയാ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ പൊളിഞ്ഞല്ലോ, എല്ലാം പൊളിഞ്ഞല്ലോ. 223 ഇടങ്ങളിൽ ഒരു സ്ത്രീ വോട്ട് ചെയ്തു. ബ്രസീലിയനിലെ ഒരു മോഡല്, പിന്നെന്താണ് പറയുന്നത് 65 ഒരു വോട്ടർ ID അല്ലെങ്കിൽ ഒരേ അഡ്രസ്സിൽ 65 പേർ, 223 പേർ തുടങ്ങിയ രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണ് എന്ന് ഇന്ത്യയിലെ ദേശീയ പത്രങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ പോലുള്ള കോൺഗ്രസിനോട് അനുഭവം പുലർത്തുന്ന പത്രങ്ങളാണ് കേട്ടോ. പക്ഷെ അവർ പത്രധർമ്മം പാലിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊട്ടം പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണ്, 100% തെറ്റാണ് എന്ന് ഉത്തരേന്ത്യൻ പത്രങ്ങൾ, ദേശീയ പത്രങ്ങൾ മുഴുവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചില പത്രങ്ങൾക്ക് മലയാളത്തിലും ചില്ലറ വാർത്തകൾ കൊടുത്തു, അത്രമാത്രം. ഇപ്പോഴും അന്തംഗമ്മികൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന ഈ കൊങ്ങികൾ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നതും ഒക്കെ സത്യമുണ്ടെന്നാണ്. ഒന്നുമല്ല, എല്ലാം തകർന്നു. ഇത്തരത്തിൽപ്പെട്ട ഒരു പൊട്ടൻ നയിക്കുന്ന കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയാൽ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാനാണ്. പിന്നെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗും കൂടെ നിൽക്കുന്ന ഈ കേരള കോൺഗ്രസ് ഒക്കെ വല്ല സീറ്റും പിടിച്ചാൽ അത്രമാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് RSSന്റെ ആ സർവേ പറയുന്നത് കേട്ടോ. അപ്പോ ഈ RSSന്റെ സർവേ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ ബിജെപിയുടെ ഈ ക്രിയാത്മക പരിപാടികളൊക്കെ വളരെ ആസൂത്രിതമായി അവർ നടത്തുന്നത്. ഈ ഗ്രൗണ്ട് ലെവൽ എന്ത് സംഭവിക്കുന്നു എന്ന് BJPയേക്കാൾ നന്നായി വളരെ കൃത്യമായി RSSന് അറിയാം. പ്രത്യേകിച്ചും ഇപ്പോൾ അവർ ഈ 100ാം പിറന്നാളിനോട് അനുബന്ധിച്ച് RSS നടത്തിക്കൊണ്ടിരിക്കുന്ന താഴെ തട്ടിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രചരണ പരിപാടികൾ, ഇതിനിടയിലാണ് അവർ ഈ യാഥാർത്ഥ്യം കണ്ടെത്തിയത്. പിണറായിയാണ് 3ാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്നത്. അതേ അവസരത്തിൽ തന്നെ BJP വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും കൂടി അവരുടെ സഭയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു കേട്ടോ. അവരൊരു 10 സീറ്റ് അവർ ഉറപ്പിക്കുന്നു, 100%വും 10 സീറ്റ് BJP ഉറപ്പിക്കുന്നു. അത് കൂടാതെ ഏതാണ്ട് ഒരു 40ഓളം മണ്ഡലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാം കൂടി കൂട്ടുമ്പോൾ കേരളത്തിന്റെ പാതിയും ബാക്കിയിടങ്ങളിലൊക്കെ BJP ആരാണ് ഒന്നാമതെത്തുന്നത് ആ പാർട്ടിയോട് അടുത്തെത്തും എന്ന് പറയുന്ന ഏറ്റവും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി BJP മാറാൻ പോകുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ആ സർവേയിൽ നിഴലിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സർവേയും കൃത്യമായി കൊള്ളണമെന്നില്ല. അങ്ങനെയാണല്ലോ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ തന്റെ ആ പത്രസമ്മേളനം ആരംഭിച്ചത്. ഹൈഡ്രജൻ ബോംബ് ഇടുന്നതിന് മുന്നോടിയായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ ഹരിയാനയിൽ പ്രീപോൾ സർവേയിൽ എല്ലാ പ്രീപോൾ സർവേ ഫലങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസ് തോറ്റുപോയി. അവിടെ ആകെ ഇലക്ഷൻ അട്ടിമറിച്ചു. ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ പിന്നിലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് കേട്ടോ. രാഹുൽ ഗാന്ധി പൊട്ടനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രീപോൾ സർവേകള് എല്ലാം അങ്ങോട്ട് ശരിയാകണമെന്നൊന്നുമില്ല. അതിലൊരുപാട് മാത്രമല്ല ഇനിയും ഇലക്ഷൻ 6 മാസമുണ്ട്. സാധാരണ ജനങ്ങളുടെ മാനസിക അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മനോനില വളരെ കൃത്യമായി പ്രവചിക്കാൻ ഒരു സർവേ ഫലത്തിനും ആവില്ല കേട്ടോ. പക്ഷേ അതിലും ഒരു ശരിയുണ്ട്, അതിലൊരു സൂചനയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അമിത്ഷാ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞങ്ങൾ 2026 തിരിച്ചുപിടിക്കുമെന്നല്ല, കേരളം ഞങ്ങൾ പിടിക്കും. 2026 കേരളം ഞങ്ങൾ പിടിക്കുമെന്ന് അമിത്ഷാ ആണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് BJP വളരെ ആസൂത്രിതമായി ആ രീതിയിലുള്ള പ്രവർത്തനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്, RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
വരാനിരിക്കുന്ന 2026 തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റവും അധികം വൻ അടി കിട്ടാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും. കോൺഗ്രസിന് തന്നെയായിരിക്കും. അതിന്റെ ഏക ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങളുടെ നായകനായ രാഹുലിന്റെ പൊട്ടത്തരങ്ങളായിരിക്കും കേട്ടോ. രാഹുലിന്റെ പൊട്ടത്തരങ്ങളാണ്. ഇങ്ങനെയൊരു നേതാവിന് എങ്ങനെയാണ് ഒരു ദേശീയ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ആവുക എന്നതാണ് ഈ സാധാരണ കോൺഗ്രസുകാർ പോലും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഞാൻ കരുതുന്നു. ഈ സർവേയിലെ ഈ 75-നും 80-നും ഇടയിലുള്ള വോട്ട് കിട്ടുമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന 6 മാസം കൂടി ബാക്കിയുണ്ട്. ശബരിമലയിൽ ഇനി ആരൊക്കെ അറസ്റ്റിലാകാൻ പോകുന്നു? ഇന്നത്തെ ദേശാഭിമാനിയിലൊക്കെ കാണുന്നത് മുഴുവൻ ഈ ദേശാഭിമാനിക്കാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേശാഭിമാനി പത്രത്തിൽ ഇന്നുള്ളത്, അതായത് മറ്റു പത്രങ്ങളിലൊക്കെ ഏത് നിമിഷവും മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലാവും, ഏത് നിമിഷവും പത്മകുമാർ അറസ്റ്റിലായേക്കാം, ഏത് നിമിഷവും PS പ്രശാന്ത് അറസ്റ്റിലായേക്കാം എന്നൊക്കെയുള്ള, അത് കഴിഞ്ഞിട്ട് മന്ത്രിമാർ, ആ രീതിയിലേക്ക് ഒരു വൻ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു വൻ വേട്ട തന്നെ SIT നടത്തിയേക്കും എന്ന് പറയുന്ന ഒരു സൂചന. SIT ആവില്ല നടത്തുക. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് SITക്ക് അത് ചെയ്യേണ്ടി വരും. അല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ല എന്നുള്ള രീതിയിലാണ് മറ്റു പത്രങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നത്. പക്ഷെ ദേശാഭിമാനി പറയുന്നത് എന്താണെന്ന് അറിയോ? ഇപ്പൊ അറസ്റ്റിലായ മുരാരി ബാബു ആവട്ടെ, അല്ലെങ്കിൽ ഈ പോറ്റി ആവട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന മറ്റേ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇതൊന്നും ഞങ്ങളുടെ ആൾക്കാരല്ലാതെ, ഇതൊക്കെ UDFന്റെ ആൾക്കാരാണ്, ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ ആൾക്കാരാണ്, ഇതൊക്കെ VD സതീശന്റെ ആൾക്കാരാണ്, ഇതൊക്കെ സുധാകരന്റെ ആൾക്കാരാണ്, ഞങ്ങളുടെ ആൾക്കാരൊന്നും അല്ല എന്നാണ് ഇവർ പറയാൻ പോകുന്നത്. ഞാൻ അതിശയിക്കുന്നത്, നാളെ ഒരു പക്ഷേ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്താലോ, അപ്പോഴും ദേശാഭിമാനി പറയും ഇവരൊന്നും ഞങ്ങളല്ലാന്നേ, ഇവരൊന്നും CPM അല്ല, ഇവരൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്ന് പറയുമോ അന്തം കമ്മികളെ എന്നാണ് അത്ഭുതത്തോടെ ചോദിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ. ഇനി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് വളരെ വളരെ ഉത്കണ്ഠയോടെ, വളരെ 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 എന്താ പറയാ ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.